ഇവിടെ എന്നിലെ മായിക കൂട്ടിൽ വരുമോ എന്നിലെ കനവിൽ നീ എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ഓപ്പണാണ്. എല്ലാ കാര്യം ഞാൻ പറയും. എല്ലാം ഭയങ്കര സ്നേഹമാണ് എനിക്ക്. ഞാൻ ഇതുവരെ ഇപ്പം സ്നേഹിച്ച എല്ലാവരോടും എനിക്ക് സ്നേഹം തന്നെ. എനിക്ക് ആരോടും ഒരു വെറുപ്പൊന്നുമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും. പക്ഷേ എവിടെയോ അതൊരു പിന്നെ പോകൂല എന്നുള്ളത് പരസ്പരം തോന്നും. അങ്ങനെയൊക്കെയാണ് അത് പതുക്കെയൊക്കെ പോകുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത് വന്നപ്പോൾ അവസാന സമയത്ത് ഒരു ട്രാക്ക് വേണം എന്നുള്ള രീതിയിൽ കിസ്സാബാദിൽ ചെയ്തത്. അത് ഞാൻ കേട്ട അന്നാണ് എനിക്കന്ന് മൈൻഡിൽ ഞാൻ ഉറപ്പിച്ച് സുഷിൻ ശ്യാം എന്ന പേരിന് ലോകം മൊത്തം കേൾക്കും എന്നുള്ളത്. That brings me to your favorite passion, അതായത് മ്യൂസിക്. കുറേ എഴുതിയിട്ടുണ്ട്, കമ്പോസ് ചെയ്തിട്ടുണ്ട്. ഷെയ്ൻ, ഐ വുഡ് ലവ് ടു ഹിയർ എ ഫ്യൂ ലൈൻസ് ഫ്രം യുവർ സോങ്സ്. സ്വന്തമായി കമ്പോസ് ചെയ്ത സ്വന്തമായി. ഞാൻ ആകെ സ്വന്തമായിട്ട് ചെയ്ത് ഇറക്കിയ പാട്ടെന്ന് പറഞ്ഞാൽ രാത്താരമയാണ് ഭൂതകാലത്തിൽ. പക്ഷേ അതിപ്പോൾ എനിക്കല്ലാതെ ഇപ്പോൾ ഒരു പുതിയൊരു പാട്ട് പാടുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ പറഞ്ഞ ആൾക്കാർക്ക് അത് കേൾക്കാത്തത് കൊണ്ട് എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല. എന്നാലും ഞാനൊരു 2 ലൈൻ പാടാം. ഇവിടെ എന്നിലെ മായിക കൂട്ടിൽ വരുമോ എന്നിലെ കനവിൽ നീ ഉണരാമായിരം രാവിൽ നിന്റെ അതരം തഴുകും പനിനീർ നീ കണ്ടേ ഒരു കുടയിൽ പെയ്തേ നിന്റെ പുഞ്ചിരിയിൽ തരുമോ നിൻ കനവിൻ കൂട്ടിൽ തീരാമോഹജലം. അയ്യോ, അത് വിത്തൗട്ട് ഇൻസ്ട്രുമെന്റേഷൻ അത് വർക്കാവൂല. നന്നായിട്ടുണ്ട്. സോ നമ്മളൊരു ചെറിയ കാർഡ് ഗെയിമിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ ഇത് കാർഡ്സ് ആണ്. ദിസ് ഇസ് വെനസാസ് കാർഡ് ഗെയിം. വേസ്റ്റ് ഓഫ് ടൈം. വേസ്റ്റ് ഓഫ് ടൈം. വാട്ട്സ് എ വേസ്റ്റ് ഓഫ് ടൈം ഫോർ യു? വേസ്റ്റ് ഓഫ് ടൈം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പിന്നോട്ട് നോക്കുമ്പോൾ അയ്യോ ഞാൻ ഇത്രയും സമയം വെറുതെ പാഴാക്കി കളഞ്ഞല്ലോ, ഞാനത് എങ്ങനെയെങ്കിലും എനിക്കത് വേറെ രീതിയിൽ ഉപയോഗിക്കാമല്ലോ. അങ്ങനത്തെ ഒരു സ്പിരിച്വൽ ട്രാക്കിൽ പോകുന്ന ആൾക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. എന്നാലും എന്തെങ്കിലും ഉണ്ടാവില്ലേ ദാറ്റ് യു ഫെൽറ്റ് വാസ് എ വേസ്റ്റ് ഓഫ് ടൈം? ഒരു റിലേഷൻഷിപ്പ് വെർ യു ഇൻവെസ്റ്റഡ് സോ മച്ച് ഇൻ ഇറ്റ്, that was a waste of time, something. ഒരിക്കലും അല്ല. അതെല്ലാം എനിക്ക് കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതാണ്, അതുകൊണ്ട് വേസ്റ്റ് ഓഫ് ടൈം അല്ല. That brings me to the point. ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ എങ്ങനെയാണ് റിലേഷൻഷിപ്സിൽ ഒത്തിരി സ്പേസ് കൊടുക്കുന്ന ആളാണോ സ്പേസ് എടുക്കുന്ന ആളാണോ? ഹൗ ആർ യു ഇൻ എ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്? ജസ്റ്റ് ക്യൂരിയസ്. Come on. എൻ്റെ റിലേഷൻഷിപ്പ് കുറേ കോമഡികളായിരുന്നു. കോമഡികൾ? വാട്ട് ഡു യു മീൻ ബൈ കോമഡി? അതെന്താ കോമഡി എന്ന് വിളിക്കുന്നത്? കോമഡി എന്നുള്ളതല്ല, മീൻ ഭയങ്കര പ്രത്യേകതരം റിലേഷൻഷിപ്പുകളായിരുന്നു. അതിപ്പോൾ എങ്ങനെ പറയണമെന്നറിയില്ല. അധികം സമയം നിൽക്കില്ല. അതാണ് വേറൊരു കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഒന്നുമില്ല, ഭയങ്കര ഇൻവോൾവ് ആയി പോകും. പെട്ടെന്ന് അതെന്തോ ഇല്ലാതായി പോണ പോലെ ഒക്കെ തോന്നും. എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ഓപ്പണാണ്. എല്ലാ കാര്യം ഞാൻ പറയും. എല്ലാം ഭയങ്കര സ്നേഹമാണ് എനിക്ക്. ഞാൻ ഇതുവരെ ഇപ്പം സ്നേഹിച്ച എല്ലാവരോടും എനിക്ക് സ്നേഹം തന്നെ. എനിക്ക് ആരോടും ഒരു വെറുപ്പൊന്നുമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും. പക്ഷേ എവിടെയോ അതൊരു പിന്നെ പോകൂല എന്നുള്ളത് പരസ്പരം തോന്നും. അങ്ങനെയൊക്കെയാണ് അത് പതുക്കെയൊക്കെ പോകുന്നത്. പക്ഷേ എനിക്ക് അതാ പറഞ്ഞത്, നമ്മൾ പ്ലാൻ ചെയ്തൊന്നും ഇഷ്ടപ്പെട്ടല്ല. ഞാനൊരിക്കലും ഞാൻ എൻ്റെ ഒരു വളരെ തുടക്ക സമയത്ത്, അതായത് അങ്ങനെ പ്രോപ്പറായിട്ട് എൻ്റെ റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് ചില കാഴ്ചപ്പാടുണ്ടാകും. ഞാൻ ഇത്തരം പെൺകുട്ടിയെ സ്നേഹിക്കുകയുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്ത് പോലും ഈ കാഴ്ചപ്പാടുകൾക്ക് നേരെ വിപരീതമായ പെൺപിള്ളേരെ പോലും ഞാൻ സ്നേഹിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഐ എം വെരി കൺഫ്യൂസ്ഡ്. ഞാൻ എന്താ ചെയ്യുക? അപ്പൊ ഈ റീൽസിലൊക്കെ പറയില്ലേ ഗ്രീൻ ഫ്ലാഗ് റെഡ് ഫ്ലാഗ് എന്നൊക്കെ പറയുന്നത്, അതൊക്കെ എങ്ങനെയാണ് ഷെയ്ൻ കാണുന്നത്? ഗ്രീൻ ഫ്ലാഗ് അങ്ങനെ എന്താണ്ട് കണ്ടായിരുന്നത്? അല്ല, ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് റെഡ് ഫ്ലാഗ് സ്പോട്ട് ചെയ്യുക? അതായത് ഈ വ്യക്തി നല്ലതല്ല നമുക്ക് വേണ്ടി. നമ്മൾ സ്വയം കണ്ടെത്താതെ എങ്ങനെ വേറൊരാളെ പറ്റി നമുക്കത് പറ്റില്ല. നമുക്ക് നമ്മളെക്കുറിച്ച് ഒരു പൂർണ്ണ ധാരണ ഉണ്ടെങ്കിലല്ലേ നമുക്ക് വേറൊരാളെ നമുക്ക് അതായത് ഇയാൾ നമുക്ക് പറ്റുമോ എന്ന് അറിയാൻ പറ്റുള്ളൂ. കറക്റ്റ്. അപ്പോൾ അതിന് ശരിക്കും പറഞ്ഞാൽ ഒരു മെച്യൂർഡ് ആവാനുള്ള ഒരു സമയവും സ്പേസും കൊടുത്താലേ നമുക്ക് ഈ ഗ്രീൻ ഫ്ലാഗും റെഡ് ഫ്ലാഗ് ഒക്കെ വർക്കാവുള്ളൂ. നമ്മൾ ഈ പിള്ളേർ പറഞ്ഞ പോലെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എപ്പോഴെങ്കിലും ഒരു നഷ്ടബോധം ഉണ്ടായിട്ടുണ്ടോ? ഇത് ഞാൻ ഒരു
കുറച്ചും കൂടെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അല്ലെ കുറച്ചും കൂടെ ശ്രമിച്ചിരുന്നെങ്കിൽ എന്നുള്ളത്. അങ്ങനെയൊക്കെ ഇടക്ക് ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടൊക്കെ തോന്നിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ലെറ്റ് ഹർ ഗോ. അതന്നെ. ലെറ്റ് ഹർ ഗോ. ആഡ് യുവർ മസാല. ആഡ് യുവർ മസാല. എപ്പോഴാണ് മസാല ഇട്ടിട്ട് ഒരു കാര്യം സാധിക്കുന്നത്? നമ്മുടെ പ്രൊഡ്യൂസേഴ്സിന്റെ അടുത്ത് മസാല ഇടേണ്ടി വരും ഒരു കാര്യം സാധിക്കണമെങ്കിൽ. അതായത് സാർ ഇത് നമ്മൾക്ക് ഇങ്ങനെ ചെയ്തിട്ട് അപ്പൊ നമുക്ക് ഈ ഒരു 2 ദിവസം കൂടെ അതൊന്ന് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് നന്നായിട്ട് വിഷ്വലൊക്കെ നല്ല രസമായിട്ട് നമുക്ക് ആ ലെൻസിലൊക്കെ എടുക്കാൻ മറ്റേ ഷോട്ട് ഇങ്ങനെയൊക്കെ മസാല ഇടേണ്ടി വരും. ജമ്പിൻ ചെയ്യുന്ന ആളാണോ? അതായത് ചില കഥകൾ കേട്ട് കഴിയുമ്പോഴത്തേക്കും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇരുന്ന് ആലോചിക്കുന്നില്ല. ഇല്ല ചിലപ്പോൾ ഇത് നല്ലതാണെന്ന് തന്നെ മാത്രമേ ഉമ്മച്ചിനോടൊക്കെ പറയുള്ളൂ. നമ്മൾ അല്ലെങ്കിൽ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുള്ളൂ. സ്ട്രെയിറ്റ് അവേ യെസ് ഓർ നോ ആണ്. അത് ജീവിതത്തിലെ എല്ലാ കാര്യത്തിനും അങ്ങനെ തന്നെ. നമ്മൾ അധികം പിന്നെ സമയം എടുത്ത് നമുക്ക് തോന്നുന്നത് സത്യമാണല്ലോ. ഭയങ്കര ഡീപ്പാണല്ലോ ഷെയ്ൻ. അങ്ങനെ എന്ത് ചെയ്യാം. മോർ ദാൻ യു നോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കുറിച്ച് പല കാര്യങ്ങൾ ഇനിയും ഉണ്ട് that I have not revealed. ഞാൻ അത്യാവശ്യം നല്ല ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ആളാണെന്നുള്ളത് ഇപ്പൊ അത്യാവശ്യം എല്ലാവർക്കും അറിയാറുണ്ട്. പിന്നെ അല്ല, ഞാൻ അങ്ങനെ വേറെ 2 മുഖമൊന്നും വെച്ചിട്ട് ജീവിക്കുന്ന ആളല്ലാത്തതുകൊണ്ട് അധികം ഒന്നും പ്രത്യേകിച്ച് എന്നെപ്പറ്റി അറിയാത്തതായിട്ടൊന്നും തോന്നുന്നില്ല. പിന്നെ അങ്ങനെ എല്ലാവർക്കും പൂർണ്ണമായിട്ട് ഇപ്പം നമ്മൾ ഇൻ്റർവ്യൂസ് സംസാരിച്ചാൽ എല്ലാവർക്കും എല്ലാം മനസ്സിലാവണമെന്നൊന്നുമില്ലല്ലോ. എന്നെ ഒത്തൻറ്റിക് ആയിട്ട് ഇരിക്കുക, നമ്മളായിട്ട് തന്നെ ഇരിക്കുക. വാപ്ചി പണ്ട് പറഞ്ഞ കാര്യമാണല്ലോ, ഒത്തൻറ്റിക് ആയിട്ട് ഇരിക്കുകയാണ്. അതെ, വാപ്ചി പറഞ്ഞ ഒത്തൻറ്റിക് ആയിട്ട് അഭിനയിക്കാണ്, പക്ഷെ ജീവിതത്തിലും ഒത്തൻറ്റിക്. ഭയങ്കര പ്രയാസമല്ലേ ടു ബി ഒത്തൻറ്റിക് ആൻഡ് ബി ഇൻ ട്യൂൺ വിത്ത് യുവർ സെൽഫ്. വേർ നമുക്ക് മൾട്ടിപ്പിൾ മാസ്ക് ഇട്ട് ഓപ്പറേറ്റ് ചെയ്യേണ്ട ഒരു ലോകത്ത് ഒത്തൻറ്റിക് ആയിട്ട് ഇരിക്കുക ഇസ് നോട്ട് ഈസി. അതാ പറഞ്ഞത് ചേച്ചി. അത് നമ്മളിപ്പോൾ ഈ ഫ്ലോയിലേക്ക് വിശ്വസിച്ച് അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ നമ്മൾ മുഴുവനായിട്ട് ആ സറണ്ടർ ചെയ്യാന്ന് പറയുന്ന പ്രോസസ്സ് ഭയങ്കര ടഫാണ്. നമ്മുടെ ഈഗോ സമ്മതിക്കില്ല, ഭയങ്കര ടഫാണത്. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഒത്തൻറ്റിക് ആയിട്ട് ജീവിച്ചാൽ നമുക്ക് കുറച്ച് കാര്യങ്ങളല്ലേ പറ്റുള്ളൂ. എത്ര നാൾ നമുക്ക് അങ്ങനെ നുണ പറയാൻ പറ്റും? ഇപ്പോൾ ഒരു കാര്യം നമ്മൾ പറഞ്ഞ് നേടി, പിന്നെയും ആ നുണ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട അടുത്ത തവണ നേടാൻ. ആ റേഞ്ചിൽ തന്നെ. നോവേ ജോസ, നോവേ ഹോസെ, നോവേ ഞാൻ ഇത് ചെയ്യൂല, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ മാത്രം പറയല്ല. പ്രൊഡ്യൂസേഴ്സിനോട് പറയുന്ന കാര്യമായിരിക്കും. ലിപ് ലോക്ക് എന്നുള്ളതല്ല, പൊതുവെ അങ്ങനത്തെ രീതിയിലേക്ക് കാണിക്കുന്ന സിനിമകൾ. പക്ഷെ ഒരു ക്യാരക്ടർ ഒരു ഫിലിമിൽ ഒരു സ്ക്രിപ്റ്റിൽ അതൊരു റിക്വയർമെന്റ് ആണെങ്കിൽ ആസ് എൻ ആക്ടർ, ആസ് എൻ ആർട്ടിസ്റ്റ്, അത് നമ്മുടെ ബോഡി ഒരു ടൂൾ മാത്രമാണ് എന്നല്ലേ ഒരു ആർട്ടിസ്റ്റ് പറയണ്ടത്. ഞാൻ അങ്ങനെയല്ല. എനിക്ക് വേറെ ഒന്നുമല്ല, എനിക്ക് ഈ സിനിമ എൻ്റെ വീട്ടുകാരായിട്ട് കാണണം. അങ്ങനത്തെ പടം എനിക്ക് ചെയ്താൽ മതി. എനിക്ക് വീട്ടായി എന്ന് വെച്ചാൽ അത്ര മറ്റേ ഭയങ്കര പഴഞ്ചൻ ഐഡിയോളജി എന്നല്ല, കുറേയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊക്കെ ഓക്കെ. അല്ലാതെ ഇതിനു വേണ്ടി മാത്രമായിട്ട് കാണിക്കുന്ന പോലെ ഉണ്ടാവൂലേ, അതൊന്നും പറ്റില്ല. ആദ്യത്തെ തന്നെ എടുത്തേക്കാം. വർത്ത് എ ഷോട്ട്. ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ദാറ്റ്സ് വർത്ത് എ ഷോട്ട്. ഞാൻ ഇതുവരെയായിട്ടും ചെയ്തിട്ടില്ല. ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുന്ന പാട്ടുകളൊക്കെ എനിക്ക് മ്യൂസിക് വീഡിയോ ഒക്കെ ഇറക്കണം എന്നുണ്ട്. I think that's worth a shot. With collaboration with Rex and Sushin Shyam. അവരൊക്കെ വരുമോ? സുഷിനെ ആദ്യമായിട്ട് കാണുന്നത് എപ്പോഴാ? You always talk about both of them. സുഷിനെ ആദ്യമായിട്ട് കാണുന്നത് ഒരു അടിപൊളി സീനാണ്. അപ്പോൾ കിസ്മത്ത് മ്യൂസിക് ചെയ്യാനായിട്ട് അങ്ങനെ ഡിമൽ എന്ന് പറഞ്ഞ ഞങ്ങളുടെ സുഹൃത്തെ, കോമൺ ഫ്രണ്ട്, സുഷിനെ കണക്ട് ചെയ്ത് അങ്ങനെ സുഷിൻ അപ്പോൾ 7000 കണ്ടിക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതങ്ങനെ അത്ര അധികം പേർക്ക് അറിയില്ല. അങ്ങനെ സുഷിനെ കാണാൻ വേണ്ടി പോവാം. അപ്പോൾ അന്നത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹർത്താൽ ദിവസമൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. ആ ബൈക്കിൽ ഞാൻ പോയി സുഷിനെയും പിക്ക് ചെയ്ത് ഞങ്ങൾ ബൈക്കിൽ നേരെ കളക്ടീവ് ഫേസിൻ്റെ സ്റ്റുഡിയോയിൽ തന്നെ പടമൊക്കെ ഇരുത്തി കാണിച്ച് പുള്ളിക്കാരൻ്റെ വർത്താനം ഭയങ്കര ഒരു സ്പെഷ്യൽ, ഒരു പ്രത്യേക സംസാര രീതിയൊക്കെയാണല്ലോ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ പോയി. പക്ഷെ അത് കഴിഞ്ഞിട്ട് കിസ്സപാതിയിൽ എന്ന് പറഞ്ഞ ട്രാക്ക് പുള്ളിക്കാരൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത് വന്നപ്പോൾ അവസാന സമയത്ത് ഒരു ട്രാക്ക് വേണമെന്നുള്ള രീതിയിൽ കിസ്സപാതിയിൽ ചെയ്തത്. അത് ഞാൻ കേട്ട അന്നാണ് എനിക്കന്ന് മൈൻഡിൽ ഞാൻ ഉറപ്പിച്ച്, സുഷിൻ ശ്യാം എന്ന പേരിന് ലോകം മൊത്തം കേൾക്കും എന്നുള്ളത്. കാര്യം ഭയങ്കര പുതിയ പ്രൊഡക്ഷനിൽ ഭയങ്കരമായിട്ട് ഹാർട്ട് ടച്ച് ചെയ്യുന്നൊരു പാട്ട്. എനിക്ക് ഇതുവരെ സുഷിൻ ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റാണെന്ന് ഞാൻ പറയും.
അത് കഴിഞ്ഞിട്ടേ തീരമേ പോലും ഞാൻ പറയുള്ളൂ. സഫാത്തിലിൻ്റെ അതിൻ്റെ എല്ലാം ലിറിക്സ് ആണെങ്കിലും ഇറ്റ്സ് വെരി ഗുഡ് സോങ്. അതിൻ്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയും ഭയങ്കര അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സെഷൻ ശ്യാമിൻ്റെ മ്യൂസിക്. റെക്സേട്ടൻ്റെ പിന്നെ ഒന്നും പറയേണ്ട കാര്യമില്ല. റെക്സേട്ടൻ മ്യൂസിക്കിൽ ഇപ്പം ഞാൻ ചെയ്തു വെച്ചേക്കുന്ന പ്രൊഡക്ഷനിൽ എന്നെ കേൾപ്പിച്ച ഫ്രണ്ട്സ് പറയുന്നത് ഇത് ഒരു റെക്സേട്ടൻ വൈബ് ഉണ്ടല്ലോ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പുള്ളിയുടെ പ്രൊഡക്ഷൻ ഇപ്പോൾ ഫസ്റ്റ് തീയ ചാപ്പാക്കുരിശിയുടെ പാട്ടാണെങ്കിൽ പോലും എന്ത് രസമുള്ള സൗണ്ട്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ആ അവസ്ഥയെ ഡിഫൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന പ്രൊഡക്ഷനിൽ വന്നിരിക്കുന്ന ചെറിയ ചെറിയ എലമെൻറ്റ്സ് ആണെങ്കിലും അടിപൊളിയാണ്. ഞാനിനി ഒന്ന് ഒരു മ്യൂസീഷ്യനായിട്ടൊന്ന് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് ഷെയ്നെ. കാരണം ഇത്രയും പാഷനേറ്റ് ആയിട്ട് മ്യൂസിക്കിനെ കുറിച്ച് സംസാരിക്കുന്ന ആളുകൾ മ്യൂസിക് എക്സ്പ്ലോർ ചെയ്യാതിരിക്കുന്നത് അത് വലിയ കഷ്ടം തന്നെ കേട്ടോ. ചേച്ചി ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെനിക്ക് പ്രോപ്പറായിട്ടൊരു സ്ഥലത്ത് ലാൻഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാലേ എനിക്ക് ഇറക്കാൻ പറ്റുള്ളൂ. അല്ലാതെ അതാണ് നമ്മുടെ ചിന്താഗതിയെല്ലാം കുറച്ചധികം വലുതായതുകൊണ്ട് എനിക്കിത് നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യണം. അതിന് അത്യാവശ്യം ബഡ്ജറ്റൊക്കെ വേണം. അത് അങ്ങനെ ഒരു ഇതിൽ കണ്ട് അത് ചെയ്തിറക്കിയാൽ എനിക്ക് തോന്നുന്നു ഇറ്റ് ക്യാൻ ബി എവിടെയും കേൾക്കാൻ പറ്റുന്ന പാട്ടായിട്ടുള്ള രീതിയിലാണ്. കാരണം എൻ്റെ ഓൾറെഡി പ്രൊഡക്ഷൻ നമുക്ക് എവിടെയും മനസ്സിലാവും. പക്ഷേ അതിൽ ഈ പറഞ്ഞ പോലെ മലയാളം മെലഡീനെ നമ്മൾ ചെറുതായിട്ട് ഹുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. പല ജോണറിലെ പാട്ടുകളുമുണ്ട്. അതുപോലെ തന്നെ വർത്ത് എ ഷോട്ട് ഇസ് ഡിറക്ഷൻ. അതൊക്കെ ഇച്ചിരി കൂടെ പക്വതയൊക്കെ വരട്ടെ. എന്താണ് അതിന് വല്ല സ്ക്രിപ്റ്റോ കഥയോ എന്തെങ്കിലും കണ്ടെത്തി വെച്ചിട്ടുണ്ടോ? അത് പറയാതിരിക്കണല്ലോ. ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ 2-3 മാസം പല സ്ഥലത്തൊക്കെ ഇരുന്ന് കഥയൊക്കെ ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട്. കഥ ഉണ്ടായി. എപ്പോഴത്തെ കാര്യമായി പറയുന്നത്? കോവിഡിന്റെ സമയത്ത് ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് ഞങ്ങൾ. അങ്ങനെ ആ ഒരു ടീം തന്നെ ഞങ്ങൾ ഇരുന്ന് കുറച്ച് പേര് വേറൊരു സ്ഥലത്തേക്ക് ഇരുന്ന് സ്ക്രിപ്റ്റൊക്കെ ഡിസൈൻ ചെയ്യാൻ നോക്കി. ഫസ്റ്റ് ഹാഫ് വരെ എത്തി. പിന്നെ മുന്നോട്ട് പോകാനുള്ള എവിടെയോ ബ്ലോക്ക് വന്നു. പക്ഷെ അതെല്ലാം ഭയങ്കര ഫാൻറ്റസിയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം ഇതൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ച് ഇനി ഒരു 5 ഇയേഴ്സിൽ അങ്ങനത്തെ സംഭവങ്ങൾ ഇവിടെ കുഴപ്പമില്ലാതൊക്കെ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങും തോന്നുന്നു. അതിന് പുതുമകൾ ഇവിടെ ഇപ്പം അംഗീകരിക്കുന്നുണ്ടല്ലോ. പുറത്തൊക്കെ ചിലപ്പോൾ ഇത്തരം കോൺസെപ്റ്റ്സ് വന്നിട്ടുണ്ടാവും. ഒരു എന്താ പറയുക 2 വേൾഡ്, പാരലൽ വേൾഡ് എന്ന് പറഞ്ഞൊരു സംഭവം. ആ വേൾഡ് ഇച്ചിരി അതായത് എന്താ പറയുക നമ്മൾ റിയാലിറ്റിയിൽ കാണുന്ന ചില എലമെൻസിൻ്റെ ഫാൻറ്റസി വേർഷനുള്ളൊരു വേൾഡ് നമ്മുടെ സ്വപ്നമായിരിക്കും അത്. പക്ഷെ ആ വേൾഡിലൂടെയും ഒരു ഇൻവെസ്റ്റിഗേഷൻ. അവിടെ നിന്ന് നമ്മൾ എന്തോ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു, അവിടെ നിന്ന് എന്തോ ഒരു കാര്യം അറിയുന്നു. പക്ഷെ അതിന് പ്രൂഫില്ല. പക്ഷെ അതൊക്കെ എനിക്ക് തോന്നുന്നു മിനിമലായിട്ട് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ അങ്ങനെ ചെയ്തിട്ട് അത് കാര്യമില്ല. കുറച്ച് വർക്കും കൂടിയാണ്. അതെ കുറച്ചത് നല്ലൊരു പ്രൊഡക്ഷൻ ക്വാളിറ്റി തന്നെ ചെയ്യണം അങ്ങനത്തെ സിനിമയൊക്കെ. അങ്ങനെയുണ്ട് കുറച്ച് കഥകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഷെയ്ൻ്റെ കോണ്ടംപററീസിൽ ഷെയ്ൻ ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് കാണുന്ന ആരെയാണ്? ഫഹദ് ഖാനെ പറയാനല്ലേ നമുക്ക് പറ്റുള്ളൂ. വേറെ ഒരു പേര് അന്യ റസൂൽ തൊട്ട് ഭയങ്കര ഡൈ ഹാർട്ട് ഫാനാണ്. ഒന്നും പറയാനില്ല. ചാപ്പാക്കുരിശ് തൊട്ട്. ചാപ്പാക്കുരിശ്. ലാസ്റ്റ് കാർഡ്. ഓക്കെ, ആസ്ക് യുവർ മോം. ലുക്ക് അറ്റ് ദിസ്. അങ്ങനെ വരുള്ളൂ. ലാസ്റ്റ് കാർഡാണ്. ഏറ്റവും വലിയ ഡിസിഷൻ ദാറ്റ് യു ടോക്ക് അമ്മയോട് ചോദിച്ചിട്ട്? ഒരിക്കലും ഇപ്പോൾ ഒരു കോണ്ടംപററിയിലുള്ള ആരും നോ പറയാത്ത ആൾക്കാരോട് നോ പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഫോർ എ മൂവി ഓഫറിന് വേണ്ട പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ വേറെ ഒന്നിലുമല്ല, നമ്മൾ വളരെ ക്ലാരിറ്റിയോടെ ആ കഥയെ അനലൈസ് ചെയ്തും ആ ക്യാരക്ടറിനെ അനലൈസ് ചെയ്തും ആ ക്യാരക്ടർ ഞാൻ ചെയ്താൽ എങ്ങനെയാണ് ആൾക്കാർ എടുക്കുക എല്ലാ വശങ്ങളും അനലൈസ് ചെയ്തിട്ട് നമ്മൾ ഒരിക്കലും ഒരു ഓക്കെ ഇയാളോടൊക്കെ എങ്ങനെയാണ് അങ്ങനെ ഒരാളോട് എൻ്റെ മോമിനോട് ചോദിച്ചിട്ടാണ് ഞാൻ നോ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അല്ല, പക്ഷെ വളരെ മാന്യമായിട്ട് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു തന്നെ അയാളത് മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. ഇതാ പറഞ്ഞത് ആ പകുതി മനസ്സിലെങ്ങനെ ഞാൻ ചെയ്യും. എനിക്കതിൽ പൂർണ്ണമായിട്ട് കൺവിക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. അതിപ്പോൾ ആരുടെയും ഞാൻ അങ്ങനെ വലിപ്പം ചെറുപ്പം നോക്കിയിട്ട് പടം എടുക്കുന്ന ആളല്ല. ഒരു പടം പോലും ചെയ്യാത്ത ആൾ വന്നിട്ട് ഞാൻ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല. പക്ഷെ അയാൾ അതിലേക്ക് എത്ര ഇൻവോൾവ് ആണെന്നുള്ളതും കൂടെ ഞാൻ ചെക്ക് ചെയ്യും. അയാളുടെ സംസാരത്തിലുണ്ടാവും ആ പാഷൻ. അയാൾക്ക് ഇതെങ്ങനെ ചെയ്ത് എനിക്കിനി ജീവിതത്തിൽ വേറെ ഒന്നുമില്ല, എനിക്കിത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുന്നവരുണ്ടാവും. ചിലവരുണ്ടാവും ഇത് വർക്കൗട്ടായാലും വേറെ അങ്ങനെയുള്ളവർ ചെയ്തിട്ട് എന്താ കാര്യം, അവരതിലല്ല മുഴുവൻ. അത് തന്നെയാണ് നമ്മുടെ ബ്രെഡ് ആൻഡ് ബട്ടറാണ് ഷെയ്ന് ഒരു സെക്കൻഡ് ജനറേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല. ഓഫ് ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ മകനോ അങ്ങനത്തെ ഒന്നുമല്ല. ഇത് ബ്രെഡ് ആൻഡ് ബട്ടറാണ് ഷെയ്ന്. അപ്പം അങ്ങനെയുള്ളിടത്ത് ഒരു നോ പറയുക അത് അത്രയും കൂടി ഡിഫിക്കൾട്ടല്ലേ. കാരണം ഒരു വീട് ഓടിക്കണം, ഷെയ്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന 3 പേരുണ്ട്.
ഇറ്റ് ഈസ് എ വെരി ടഫ് കോൾ ടു ടേക്ക്. എനിക്ക് പിന്നെ ഞാൻ അന്നേ റസൂൽ എന്തോ ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ ആ ടൈമിൽ. ഒരു പേരൊന്നും പറയുന്നില്ല, ഒരു ഡയറക്ടർ, അതായത് അതിനകത്ത് ടൈറ്റിൽ ക്യാരക്ടറിനെ വിളിച്ചേക്കാൻ. ഇപ്പോൾ ടൈറ്റിൽ ക്യാരക്ടറിനെ വിളിച്ചപ്പോഴത്തേക്കും ഒരു ഫ്ലാഷ് ബാക്കിലാണ് ആ ടൈറ്റിൽ ക്യാരക്ടർ വരുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് ഞാൻ കഥയൊക്കെ കേൾക്കാനാണ്. അപ്പം അങ്ങനെ ഒരു ചെറിയ ലൈനിൽ കാര്യം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഈ സിനിമയുടെ കഥയൊന്ന് പറയാമെന്ന് ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് പുള്ളിക്കാരനൊന്ന് ഇവനാരാണ് സിനിമയുടെ കഥ ചോദിക്കാൻ ചിന്തിച്ചിട്ടുണ്ടാവും, സ്വാഭാവികമല്ലേ, മനുഷ്യനല്ലേ. അപ്പം ഞാനിത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് അറിയാനായിട്ടുള്ള ക്യൂരിയോസിറ്റിയാണ്. കാരണം ഈ ടൈറ്റിൽ കഥാപാത്രം ഈ സിനിമയിൽ എന്താണെന്ന് അറിയണ്ടേ. അയാളുടെ ഒരു ഏരിയ മാത്രം ഞാൻ അറിഞ്ഞിട്ട് എന്താ കാര്യം, എനിക്ക് എങ്ങനെ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ആ സെൻസിലാണ് സംസാരിക്കുന്നത്. പക്ഷെ അത് പറ്റില്ല, എനിക്ക് എൻ്റെ ഹീറോയിനോടും ക്യാമറാമാനോടും കൂടെ എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ അന്ന് കുഴപ്പമില്ല ഏട്ടാ, എന്നാൽ ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ അതിലേക്കുള്ളൊന്നുമില്ലല്ലോ എനിക്ക് അത്രയും അങ്ങനെയൊന്നുള്ള പേടിയൊന്നുമില്ല ചേച്ചി. എൻ്റെ വാ പൊളിച്ച പടച്ചവനറിയാം ഞാൻ എന്താ കഴിക്കണ്ടേന്ന്. എനിക്ക് അതിലേക്കുള്ളൊന്നും വേറെ ചിന്തകളൊന്നുമില്ല. എനിവേസ്, നമ്മളിപ്പോൾ ഐ ആം ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആം ഡാഷ്, ഐ ആം എ സൂപ്പർ സ്റ്റാർ. ഐ ആം എ സൂപ്പർ സ്റ്റാർ. ഓ, ആൻഡ് വേർ ഇസ് ദാറ്റ് കമ്മിങ് ഫ്രം, സൂപ്പർ സ്റ്റാർ എന്നുള്ളൊരു? എൻ്റെ ജീവിതത്തിൽ എനിക്കറിയില്ല, ബാക്കി സിനിമയുടെ കാര്യമല്ല, അതിലേക്കൊന്നും ഞാൻ എത്തിയിട്ടില്ല എന്നറിയാം. പക്ഷെ ഞാൻ ജീവിതത്തിൽ സൂപ്പർ സ്റ്റാറാണ്. ഇത് നമ്മുടെ സൂപ്പർ സ്റ്റാറിനാണ്. താങ്ക് യു. താങ്ക്സ് ഫോർ കമ്മിങ് ടു അവർ ഷോ. താങ്ക് യു സോ മച്ച് ചേച്ചി. ഇതൊരു ചെറിയ ഗിഫ്റ്റ് ഫ്രം തേങ്ങ. ഓക്കെ. കാരണം ഇതിനകത്ത് തേങ്ങ പ്രോഡക്ട്സ് ആണ് എല്ലാം. അതായത് സൂപ്പ് ബോള്, ക്യാൻഡില്, കട്ട്ലറി എല്ലാം നമ്മുടെ തേങ്ങയാണ്. അലീനയ്ക്കും അഹാനയ്ക്കും തീർച്ചയായിട്ടും കൊടുക്കുക. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു.